Hello guys, welcome back. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോൺസ് ഡിസീസ് ആണ്. ക്രോൺസ് ഡിസീസ് ആൻഡ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. ക്രോൺസ് ഡിസീസ് ആൻഡ് അൾസറേറ്റീവ് കൊളൈറ്റിസ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ക്രോൺസ് ഡിസീസ് ആൻഡ് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് എന്താണ് ക്രോൺസ് ഡിസീസ്, അതിൻ്റെ മോർഫോളജി എന്താണ്, അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഫസ്റ്റ് പറയുന്നത്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് അൾസറേറ്റീവ് കൊളൈറ്റിസിൻ്റെ ഇതേപോലെ മോർഫോളജി എന്താണ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആൻഡ് അതൊക്കെ നമ്മൾ ഫസ്റ്റ് പറയും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് പറയും. ഓക്കെ, ഡിഫറൻസ് ടേബിൾ ഉണ്ടല്ലോ, ടെക്സ്റ്റിലെ ടേബിൾ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് അബൌട്ട് ദി വീഡിയോ. ആൻഡ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ വെളിയിൽ നല്ല മഴയാണ്. അപ്പം ആ മഴയുടെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. സോ സോറി ഫോർ ദാറ്റ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ക്രോൺസ് ഡിസീസ്. സോ ക്രോൺസ് ഡിസീസ് എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ്സ് എ ക്രോണിക് മൾട്ടിഫോക്കൽ റിലാപ്സിംഗ് ആൻഡ് റെമിറ്റിംഗ് പ്രോഗ്രസീവ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസാണ്. മൾട്ടിഫോക്കൽ റിലാപ്സിംഗ് ആൻഡ് റെമിറ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസാണ്. എന്ത് റിലാപ്സിംഗ് എന്ന് പറയുമ്പോൾ എന്താ, റിക്കറിങ് ആയിട്ടുള്ള ഡിസീസാണ്. ഓക്കെ, ആൻഡ് ഡിസീസ് ഓഫ് അൺനോൺ കോസ് ദാറ്റ് ക്യാൻ ഇൻവോൾവ് എനി പോർഷൻ ഓഫ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. അപ്പോൾ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ടിൻ്റെ എനി പോർഷനെ എഫക്റ്റ് ചെയ്യുന്ന റിലാപ്സിംഗ് ആൻഡ് റെമിറ്റിംഗ് പ്രോഗ്രസീവ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസാണ് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ മോർഫോളജി എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി സോഴ്സ് സൈറ്റ് പറയുകയാണെങ്കിൽ എന്താ, ഇറ്റ് ക്യാൻ ഇൻവോൾവ് എനി ഏരിയ ഓഫ് ദി GI ട്രാക്ട് ഫ്രം ദി മൗത്ത് ടു ദി ഏനസ്. മൗത്ത് ടു ഏനസിൻ്റെ ഏതൊരു പാർട്ടിലും ഇത് എഫക്റ്റ് ആവും ക്രോൺസ് ഡിസീസ് എന്നുള്ളത്. ആൻഡ് മോസ്റ്റ് കോമൺലി ഇൻ ദി ടെർമിനൽ ഇലിയം, ഇലിയോസിക്കൽ വാൽവ് ആൻഡ് സീക്കം. മോസ്റ്റ് കോമൺലി എവിടെയൊക്കെ വരും, ടെർമിനൽ ഇലിയം, ഇലിയോസിക്കൽ വാൽവ് ആൻഡ് സീക്കം. ഇലിയം സീക്കവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു റീസണാണ് മോസ്റ്റ് കോമൺലി വരുന്നത്. ഇറ്റ് ക്യാൻ എഫക്ട് എനി പാർട്ട് ഓഫ് ദി GIT. ദെൻ നമ്പർ ഓഫ് ലീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും usually multiple and each lesion is sharply demarcated from intervening normal bowel, giving rise to characteristic skip lesions. It helps in differentiating it from the ulcerative colitis. അപ്പോൾ ക്രോൺസ് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്ലിയർലി ഷാർപ്ലി ഡിമാർക്കേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ലീഷൻസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇൻ്റർവീനിങ് നോർമൽ ബവലിൽ നിന്നിട്ട് ആ ഒരു ലീഷൻസ് കറക്റ്റായിട്ട് എടുത്ത് കാണാൻ പറ്റും. എവിടെയൊക്കെയാണ് ലീഷൻസ് ഉള്ളത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും ആ രണ്ട് സെൽസ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്കിപ്പ് ലീഷൻസ് വിളിക്കും. ക്യാരക്ടറിസ്റ്റിക് സ്കിപ്പ് ലീഷൻ അപ്പിയറൻസ് ഉണ്ട്. ഹെൽപ്സ് ഇൻ ഡിഫറൻഷിയേറ്റിംഗ് ഇറ്റ് ഫ്രം ദി അൾസറേറ്റീവ് കൊളൈറ്റിസ്. നമുക്ക് ഈ പിക്ചറിൽ നിന്ന് കാണാൻ പറ്റും. ഇതൊക്കെയാണ് സ്കിപ്പ് ലീഷൻസ്. നമുക്ക് കറക്റ്റായിട്ട് ഡിമാർക്കേറ്റിങ്ങിനെ എടുത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് ഏരിയൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണല്ലോ അപ്പുറത്തൊന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെ സ്കിപ്പ് ലീഷൻസ് എന്നും വിളിക്കും. ദെൻ മ്യൂക്കോസൽ ലീഷൻസ് എന്ന് പറയുമ്പം after ulcer is the earliest lesion. The multiple lesions may coalesce longitudinally to form elongated linear or serpentine or train track or rake ulcer oriented along the axis of the bowel. അപ്പോൾ ബവലിൻ്റെ ആക്സിസിൽ സർപ്പൻറ്റൈൻ ഓർ ട്രെയിൻ ട്രാക്ക് ഓർ റേക്ക് അൾസർ ഓറിയൻറ്റേഷൻ ആയിരിക്കും വരുന്നത്. ആഫ്റ്റർ അൾസർ എന്ന് വിളിക്കും ഏർലിയസ്റ്റ് ലീഷൻ. ആൻഡ് മൾട്ടിപ്പിൾ ലീഷൻസ് മേ കൊയാലൈസിസ്. അവിടെ മൾട്ടിപ്പിൾ ലീഷൻസ് ഡെവലപ്പ് ചെയ്ത് അത് കൊയാലൈസിൽ അഗ്രിഗേറ്റ് ചെയ്തിട്ട് അതൊരു സിംഗിൾ ലീഷൻ ഇലോങ്ങേറ്റഡ് ലീനിയർ സർപ്പൻറ്റൈൻ ട്രെയിൻ ട്രാക്ക് ഓർ റേക്ക് ulcer oriented like lesions develop along the axis of the bowel. Then later the ulcer become deeper and forms linear clefts or fissures. So later എന്ത് പറ്റും, ഈ അൾസർ കുറച്ചും കൂടെ ഡീപ്പർ ആകുമ്പോഴത്തേക്കും ലീനിയർ ക്ലഫ്റ്റ് ഓഫ് ഫിഷസ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് മേ എക്സ്റ്റെൻഡ് ഡീപ്ലി ടു ബിക്കം ഫിസ്റ്റുല ട്രാക്ട് ഓർ സൈറ്റ്സ് ഓഫ് പെർഫോറേഷൻ. ഫൈനലി എന്ത് പറ്റും, മേ എക്സ്റ്റെൻഡ് ഡീപ്ലി എക്സ്റ്റെൻഡ് ആകുമ്പോഴത്തേക്കും ഫിസ്റ്റുല ട്രാക്ട് ഓർ sites of perforation developing. Mucosa shows edema and loss of normal mucosal folds. Ulcers may fuse longitudinally and transversely, and the islands of normal mucosa between the ulcers shows edema and produces a cobblestone appearance. Ulcers and develop in the islets develop. Islands of normal mucosa between the ulcers. ആ islands അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് cobblestone appearance ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, intestinal wall. intestinal wall in the involved region it shows fibrotic thickening and is rubbery. Intestinal wall become fibrosis എന്ന് പറഞ്ഞാൽ fibrotic thickening ഉണ്ടാവും, തിക്കായിരിക്കും, and also rubbery and lumen is narrow and the structures are common and it appears like a hose pipe. This produces a characteristic radiological string sign. Then external surface of serosal, it appears red, opaque, hyperemic and covered with serosal exudate producing serositis. And when the disease shows extensive transmural involvement, the serosal fat is often firm and contracted over the areas of involvement. External serosal surface എന്താ കാണാൻ പറ്റുക, റെഡ് കളറിൽ ഒപ്പേക്ക് ആയിട്ടുള്ള hyperemic എന്ന് പറയുമ്പോൾ blood stain that covered with serosal exudate
ഫോർ സിറോസിറ്റിസ്. സിറോസൽ ഫ്ലൂയിഡ്സുമായിട്ട് കവറായിട്ടുള്ള റെഡ് ഒപ്പേക് ഹൈപ്പറേമിക് പാർട്ടായിരിക്കും എക്സ്റ്റേണൽ സർഫസ് ഓഫ് സിറോസ എന്ന് പറയുമ്പോൾ. ദെൻ മൈക്രോസ്കോപ്പിക്കലി എന്തൊക്കെ കാണാൻ പറ്റും? ഈ പിക്ചറിൽ കാണാം. മൈക്രോസ്കോപ്പിക്കലി എന്തൊക്കെ കാണാൻ പറ്റും? ക്രിപ്റ്റൈറ്റിസ് ആൻഡ് ക്രിപ്സ് ആപ്സിസ്. പിന്നെ നോൺ കേഷ്യേറ്റിക് ആയിട്ടുള്ള ഗ്രാനുലോമസ് കാണാം. ക്രിപ്സ് ഡിസ്റ്റോഷൻ കാണാം. ദെൻ അൾസറേഷൻസ് കാണാം. ഡീപ് ഫിഷേഴ്സ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് കാണാം. ദെൻ ലിംഫോയിഡ് അഗ്രിഗേറ്റ്സ് ഇൻ ദി സബ്മ്യൂക്കോസ മസിൽ ലെയർ കാണാം. മാക്രോഫേജ്, പ്ലാസ്മ സെൽസ് ആൻഡ് ലിംഫോസിറ്റ്സ് ഇതൊക്കെയാണ് കാണുന്നത്. സോ മൈക്രോസ്കോപ്പിക്കലി എന്തൊക്കെ കാണാൻ പറ്റും? മൈക്രോസ്കോപ്പിക്കലി മ്യൂക്കോസൽ അൾസറേഷൻസ് ആൻഡ് ഇൻഫ്ലമേഷൻ appears as a small superficial ulcers called aphthous ulcer limited to the mucosa and submucosa. And both mucosa and submucosa shows edema and increase in number of lymphocytes, plasma cells and macrophage. Then crypt abscess നേരത്തെ കണ്ടപോലെ crypt abscess കാണാം. അതായത് clusters of neutrophils within the crypt, അതാണ് crypt abscess എന്ന് വിളിക്കുമ്പോൾ. Then distortion of the mucosal crypt architecture, repeated cycles of the crypt destruction and regeneration lead to bizarre branching shape and unusual orientation to one another, referred to as distortion of the mucosal crypt. ഇവിടെ വരുന്നത് repeated cycles of crypt destruction ആയിരുന്നത് and regeneration which lead to bizarre branching shapes. എപ്പിത്തീലിയം മെറ്റാപ്ലേസിയ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ സ്യൂഡോ പൈലോറിക് മെറ്റാപ്ലേസിസ് ആയിരിക്കും. സ്യൂഡോ പൈലോറിക് മെറ്റാപ്ലേസിയ occurrence of the gland which appears like those in the gastric antrum may be seen in the involved segment of the intestine. The Paneth cell metaplasia, it may appear in the region with the metaplasia. Paneth cell metaplasia may appear in the region with the metaplasia. Then non-caseating granuloma. Non-caseating granuloma is a hallmark of Crohn's disease. നമ്മൾ ഇനി ഡിഫറൻസ് പറയുന്നത് ക്രോൺസ് ഡിസീസിൻ്റെയും അൾസറേറ്റീവ് കൊളൈറ്റിസിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു പാർട്ടിലെന്ന് പറയുമ്പോൾ ക്രോൺസ് ഡിസീസായിട്ട് അധികം എടുത്ത് ചോദിക്കാറില്ല. ഡിഫറൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കാറ് അൾസറേറ്റീവ് കൊളൈറ്റിസിൻ്റെ ക്രോൺസ് ഡിസീസിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. നോൺ കേഷ്യേറ്റിംഗ് ഗ്രാനുലോമ ഹോൾമാർക്കാണ് എന്തിൻ്റെ? ക്രോൺസ് ഡിസീസിൻ്റെ. പിന്നെ ട്രാൻസ്മിറ്റൽ ഇൻഫ്ലമേഷൻ ആണ് ഇവിടെ വരുന്നത്. ക്രോണിക് ഇൻഫ്ലമേഷൻ ഇൻവോൾവിംഗ് ഓൾ ലെയേഴ്സ് ഓഫ് ഇൻറ്റെസ്റ്റൈനൽ വാൾ ആൻഡ് മേ ഷോസ് ലിംഫോയിഡ് aggregates in the submucosa or serosa. Okay, then clinical features ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത്? Abdominal pain, mild diarrhea, fever. And ഇവിടെ about 20% is present with acute right lower quadrant pain, fever, bloody diarrhea that may mimic acute appendicitis or bowel perforation. Mimic ചെയ്യുന്ന പോലത്തെ കുറച്ച് സിംറ്റംസും കാണിക്കാറുണ്ട്. And extra intestinal manifestation എന്തൊക്കെയാണ് വരുന്നത്? uveitis, migratory polyarthritis, sacroiliitis, ankylosis, spondylitis, erythema nodosum and clapping of the fingers. ക്രോൺസ് ഡിസീസിൻ്റെ എന്താണ് കോംപ്ലിക്കേഷൻസ് ആയിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? അയൺ ഡെഫിഷ്യൻസി, അനീമിയ, കുറേ ബ്ലഡ് ലോസ് സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? അയൺ ഡെഫിഷ്യൻസി വരും, മാൽ അബ്സോർപ്ഷൻ സിൻഡ്രോംസ് വരും, പിന്നെ കുറച്ച് സ്ട്രിക്ചർ ഫോർമേഷൻസ് വരും. ടെർമിനൽ ഇൻഡിയത്തിലൊക്കെ ഫിസ്റ്റുല ഫോർമേഷൻസ് വരും. ആൾസേഴ്സ് ഒക്കെ ഡീപ്പ് ആവാൻ ഫിസ്റ്റുലാസ് ഡെവലപ്പ് ചെയ്യാം. അക്യൂട്ട് കോംപ്ലിക്കേഷൻ, പെർഫോറേഷൻ, ഹെമറേജ് ഡെവലപ്പ് ചെയ്യാൻ, ഡെവലപ്മെൻറ്റ് ഓഫ് കാർസിനോമാസ്, സിസ്റ്റമിക് അമൈലോയിഡോസിസ്, ഇതൊക്കെയാണ് ക്രോൺസ് ഡിസീസിൻ്റെ കോംപ്ലിക്കേഷൻസ്. അൾസറേറ്റീവ് കൊളൈറ്റിസ്. Ulcerative colitis എന്ന് പറയുമ്പോൾ ulcerative colitis is a severe chronic crypt destructive ulcerating inflammatory bowel disease of unknown cause. And it is limited to the colon and rectum. നേരത്തെ പറഞ്ഞത് ഇലിയത്തിലും കോളനിലുമാണ് ലിമിറ്റഡ് എങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് ലിമിറ്റഡ് ആയിട്ടുള്ള എവിടെയൊക്കെയാണ്? റക്തത്തിലും കോളനിലും. ആൻഡ് ഇൻഫ്ലമേഷൻ ഇൻവോൾവ്സ് ഓൺലി ദി മ്യൂക്കോസ ആൻഡ് സബ്മ്യൂക്കോസ ഓഫ് ദി ഇൻറ്റെസ്റ്റൈനൽ വാൾ. നേരത്തെ പറഞ്ഞ ക്രോൺസ് ഡിസീസ് ഇൻറ്റെസ്റ്റൈനൽ മ്യൂക്കോസിലും സബ്മ്യൂക്കോസിലും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, മസ്കുലാരിസിലും കൂടെ ചില ടൈപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ മ്യൂക്കോസയിലും സബ്മ്യൂക്കോസയിലും മാത്രമാണ് ഉള്ളത്. ഇനി മോർഫോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രോസ്ലി ദി ഡിഫ്യൂസ് ഡിസീസ് ലിമിറ്റഡ് ടു ദി കോളൺ ആൻഡ് റെക്ടം ആണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് ആൻഡ് ദർ ഇസ് നോ സ്കിപ്പ് ലീഷൻസ് ആർ സീൻ. ദെൻ ഇതിൻ്റെ ഡിഫറൻസ് ടേബിളിലുണ്ട്. പിന്നെ മ്യൂക്കോസ മേ അപ്പിയർ സ്ലൈറ്റ്ലി റെഡ്, ഫൈൻ granular or smooth ആയിട്ടായിരിക്കും മ്യൂക്കോസ അപ്പിയർ ആവുന്നത്. ഇറ്റ് ഈസ് ഫ്രീക്വൻലി കവേർഡ് വിത്ത് യെല്ലോയിഷ് എക്സുഡേറ്റ് ആൻഡ് ബ്ലഡ് ബ്ലീഡ്സ് ഈസിലി ആസ് എ ഡിസീസ് പ്രോഗ്രസസ്. ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് യെല്ലോയിഷ് എക്സുഡേറ്റ് ആയിട്ടുള്ള കവേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ട് ഫോം ചെയ്ത സ്മൂത്ത് സ്ലൈറ്റ്ലി റെഡിഷ് ഫൈൻ ഗ്രാനുലർ മെറ്റീരിയൽ എന്തിട്ട് മ്യൂക്കോസയാണ്. ആ മ്യൂക്കോസ എന്ത് പറ്റും? ബ്ലീഡ് ചെയ്യും. സോ മ്യൂക്കോസൽ ഫോൾസ് ആർ ലൂസ് റിസൾട്ടിങ് ഇൻ മ്യൂക്കോസൽ അട്രോഫി. സ്മോൾ സൂപ്പർഫിഷ്യൽ ഇറോഷൻസ് ഓഫ് ബ്രോഡ് ബേസ്ഡ് അൾസേഴ്സ് അമേൽ ഡെവലപ്പ് ലേറ്റർ എന്ത് പറ്റും? ആ ഒരു കുഞ്ഞ് ഏരിയ അവിടെ നേരത്തെ ഇറോഷൻ സംഭവിച്ചു അല്ലെങ്കിൽ അട്രോഫി സംഭവിച്ചു.
Now ഇപ്പം develop ചെയ്യും small superficial erosions or blood based ulcers develop ചെയ്യാം. Ulcers may align along the long axis of the colon. ഓക്കെ, നേരത്തെ പറഞ്ഞ ലോങ് ആക്സിസ് ഓഫ് ബവലിലാണെങ്കിൽ ഇവിടെ ലോങ് ആക്സിസ് ഓഫ് കോളനിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അലൈൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സർപ്പൻറ്റൈൻ അൾസേഴ്സ് ഡെവലപ്പ് ചെയ്യൂല. പിന്നെ സ്യൂഡോ പോളിപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഐസൊലേറ്റഡ് ഐലൻഡ്സ് ഓഫ് റീജനറേറ്റിംഗ് മ്യൂക്കോസ മേ ബൾജസ് ഇൻ ടു ദി ലൂമൻ ഓഫ് ദി ബവൽ ടു പ്രൊഡ്യൂസ് എ സ്മോൾ എലിവേറ്റഡ് ടേം ഫോർ സ്യൂഡോ പോളിപ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഐസൊലേറ്റഡ് ഐലൻഡ്സ് ഓഫ് റീജനറേറ്റിംഗ് മ്യൂക്കോസ സ്ലൈറ്റ്ലി ബൾജ് ചെയ്യും, ലൂമനിലേക്ക് ബൾജ് ചെയ്യുന്നൊരു കുഞ്ഞ് പ്രൊട്രൂഷൻ, അത് റീജനറേറ്റിംഗ് മ്യൂക്കോസയാണ്, ഐസൊലേറ്റഡ് ഐലൻഡ്സ് ഓഫ്, and which is termed as pseudopolyps. Next is inflammatory process. Inflammatory process പറയുമ്പോഴത്തേക്ക് it is diffuse, limited to the mucosa and submucosa. In superficial submucosa, bowel wall is not thickened, serosa is normal, and stricture do not develop. Then microscopically, in severe cases, dilation, toxic megacolon develop. Microscopically, inflammatory infiltrates developing. Mucosal shows the inflammation limited to the mucosa and submucosa. And change in the crypt may also be seen. It's a hallmark. Neutrophils are the hallmark of acute disease. Then histological hallmark. That's the crypt abscess develop that's associated with destructive crypts, etc. Then histological hallmark of chronicity in the regenerating epithelium is immature and does not contain mucin. Mucin is immature epithelium develop. The distortion of the crypt architecture is due to repeated destruction of the regeneration of crypt and appearance of shortened torches with bizarre branching. Chronic inflammatory infiltrates develop. Infiltration of lymphocyte, plasma cells, and macrophages are also seen as the mucosa and superficial submucosa. Distortion of the crypt architecture and increased mucosal chronic inflammations are the two characteristic mucosal findings of UC. Then these plasmacytosis develop, multiple basal lesions ഉണ്ടാക്കും, പിന്നെ mucosal atrophies develop ചെയ്യാം, panistel metaplasia നേരത്തെ പറഞ്ഞ എല്ലാം ഉണ്ട് ഇവിടെ, dysplastic changes in the epithelium, etc. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതിൻ്റെ മുമ്പ് ഒരു കുഞ്ഞ് ന്യൂമോണിക് ഉണ്ട്, ഹൗ ടു റിമെമ്പർ ദി മൈക്രോസ്കോപ്പി ആൻഡ് ഓൾസോ ulcerative colitis. അപ്പം ulcerative colitis റിമെമ്പർ ചെയ്യാനായിട്ട് കോൾഡ് ടിപ്പ് എന്ന് ഓർക്കുക, ദാറ്റ് ഇസ് ക്രിപ്റ്റൈറ്റിസ്. ക്രിപ്റ്റ് ആബ്സിസ് originates at the rectum. Limit L for limited in the colon, mucolonic mucosa and submucosa. D for distortion of crypt and depletion of mucin. T for toxic megacolon. I for increased risk of colonic cancers compared to crohn. P for pseudopolyps. And ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ടോക്സിക് മെഗാകോളൻ ഡെവലപ്പ് ചെയ്യാം, കൊളറക്ടൽ ക്യാൻസേഴ്സ് ഡെവലപ്പ് ചെയ്യാം, ഹെമറേജസ് ഡെവലപ്പ് ചെയ്യാം, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഡെവലപ്പ് ചെയ്യാം. Now we will move on to the difference between Crohn's and ulcerative colitis. Ulcerative colitisൻ്റെയും Crohn's ഡിസീസിൻ്റെയും ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത്. മൈക്രോസ്കോപ്പിക് ഡിഫറൻസ് ഉണ്ട്, മൈക്രോസ്കോപ്പിക്കലി ക്ലിനിക്കൽ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മൈക്രോസ്കോപ്പിക് ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ബവൽ റീജൻ ഇൻവോൾവ് ബവൽ റീജൻ ക്രോൺസ് ഡിസീസിൻ്റെ ഇലിയവും കോളനുമാണ്. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണെങ്കിൽ കോളൻ ആൻഡ് റെക്ടമാണ്. ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴത്തേക്കും ക്രോൺസ് ഡിസീസിൽ സ്കിപ്പ് ലീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, മൾട്ടിപ്പിൾ ഷാർപ്ലി ഡിമാർക്കേറ്റഡ് ഇൻ്റർവീനിങ് നോർമൽ ബവലിൽ ഇൻ്റർവീൻ ചെയ്ത മൾട്ടിപ്പിൾ ഷാർപ്പ് ഡിമാർക്കേറ്റഡ് ലീഷൻസ് ഡെവലപ്പ് ചെയ്യും, ആൻഡ് ഇറ്റ് ഈസ് ഓൺ എ സ്കിപ്പ് ലീഷൻസ്. ആൻഡ് അൾസറേറ്റീവ് കൊളൈറ്റിസിൽ ഡിഫ്യൂസ് ടൈപ്പ് ഓഫ് ലീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. Luminal narrowing of strictures are seen in the Crohn's disease and is absent or rare in the ulcerative colitis. Involved bowel wall thickened in case of Crohn's disease and thin in case of ulcerative colitis. Microscopically, inflammation കാണിക്കുന്നത് എവിടെയാണ്? Crohn's ഡിസീസിലാണ് ട്രാൻസ്മ്യൂറൽ ഇൻഫ്ലമേഷൻ നേരത്തെ പറഞ്ഞിരുന്നു. ബട്ട് അൾസറേറ്റീവ് കൊളൈറ്റിസ് ദേ ആർ ലിമിറ്റഡ് ടു മ്യൂക്കോസ ആൻഡ് സബ്മ്യൂക്കോസ. സ്യൂഡോപോളിപ്സ് എവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞത് അൾസറേറ്റീവ് കൊളൈറ്റിസിലാണ്. Crohn's ഡിസീസിൽ ഫ്യൂ സ്യൂഡോപോളിപ്സ് കാണിക്കും. Then ulcers are deep fissure-like ulcers are seen in Crohn's disease, whereas superficial bowel broad-based ulcers are seen in ulcerative colitis. Then lymphoid reactions are marked in Crohn's disease, അത് minimal ആയിരിക്കും, മോഡറേറ്റ് ആയിരിക്കും ulcerative colitis. ഫൈബ്രോസിസ് കാണുന്നത് Crohn's ഡിസീസിലാണ്, അതുകൂടാതെ മിനിമൽ ആയിരിക്കും മറ്റേതിൽ. ദെൻ സിറോസൽ ഇൻഫ്ലമേഷൻസ് ആർ മാർക്കഡ് ഇൻ കേസ് ഓഫ് ക്രോൺസ് ഡിസീസ്. ഗ്രാനുലോമ ഫോർമേഷൻ, ഫിസ്റ്റുലോസൈനസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ക്രോൺസ് ഡിസീസിലാണ്. ക്രിപ്റ്റ് അബ്സസ് രണ്ടിലും കാണാറുണ്ട്, ബട്ട് യൂഷ്വലി കാണുന്നത് അൾസറേറ്റീവ് കൊളൈറ്റിസിലാണ്. എൻ്റെ ഹോൾമാർക്കാണത്. ഓക്കെ, ആൻഡ് ഗ്രാനുലോമ ഫോർമേഷൻ ന്യൂട്രോഫിൽ ഇൻഫിൽട്രേഷൻ ഇസ് എ ഹോൾമാർക്ക് ഓഫ് ക്രോൺസ് ഡിസീസ്. ഓക്കെ, ദെൻ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. Clinical manifestation is crystal or fissures development. Crohn's disease is observed within the colonic involvement and not seen. Fat or vitamin malabsorption seen in case of Crohn's disease. Then development of the malignancies, colonic involvement within the Crohn's disease. Recurrence after surgery commonly seen in the Crohn's disease, and toxic megacolon is seen in case of colitis, ulcerative colitis. This is about the difference between Crohn's disease and the ulcerative colitis. Thanks for watching.